നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആറ്റിങ്ങൽ മഖ്ദൂമിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ റമദാൻ 23-ാം രാവിൽ പ്രാർത്ഥനാ സംഗമവും ഇഫ്താർ വിരുന്നും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ഹാർമണി കോൺഫറൻസും ലഹരിവിരുദ്ധ പ്രതിജ്ഞാ സദസ്സും ജില്ലാ DCC മെമ്പർ അൻസാർ ഉദ്ഘാടനം ചെയ്തു. നാസർ ഹാജി കുറക്കോടാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. SMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്നും ശേഷം നടന്ന മഹറത്തുൽ ബദരിയ സദസ്സിനും ഏരൂർ ഷംസുദ്ദീൻ മദനി അൽ ഖാദിരി നേതൃത്വം നൽകി. സംഭാവന ചെയ്യാൻ കഴിയുന്ന ക്രിമിനലുകൾ വളർന്നു വരുന്നത് ഇത് സമൂഹം വളരെ വ്യക്തമായി കാണേണ്ടതുണ്ട്. ഏത് ജാതി ഏത് മതമെന്ന് നോക്കാതെ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും പേര് ആ പ്രത്യേകമായ ആധിപത്യം കാരണം മാതാപിതാക്കളെ പോലും അറിയില്ല, അവരെ വെട്ടിക്കൊല്ലാൻ മടിയില്ല, അതുപോലെ അധ്യാപകരെ കശാപ്പ് ചെയ്യാൻ മടിയില്ല, സമൂഹത്തെ നോക്കി എന്ത് തോന്നിവാസവും പറയാൻ മടിയില്ല. ഇങ്ങനത്തെ ഒരു തലമുറ ഇവിടെ വളർന്നു വന്നാൽ ധാർമ്മിക ചുറ്റുപാടുകൾക്ക് അന്യം വരുന്ന ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടായാൽ തീർച്ചയായും ഈ രാജ്യം വലിയ അപകടത്തിലേക്ക് കൂപ്പുകൊത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മഹിതമായ ഭരണഘടനയുടെയും ഉന്നതമായ ഒരു സൗഹാർദ്ദ പാരമ്പര്യത്തിന്റെയും പേര് പറഞ്ഞ് മേടി നടിക്കാമെന്നല്ലാതെ ഈ ആധുനിക ചിന്തകൾക്കും ഈ വഴിവിട്ട പ്രവർത്തനങ്ങൾക്കും അരുതിന്നു കൊടുത്ത് ഞാനൊന്നും പറഞ്ഞില്ല. നേരത്തെ അനൂപ് പ്രസംഗിച്ചതുപോലെ നമ്മുടെ വീട്ടിൽ ഇത് എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ തൊട്ടടുത്ത കിടപ്പുമുറിയിൽ അത് സംഭവിക്കുന്നുണ്ടെന്ന ജാഗ്രതയോടെ ഈ രക്ഷാകർത്തൃ സമൂഹവും പൊതുസമൂഹവും ഒരുമിച്ചൊന്നായി പ്രവർത്തിക്കുകയും എന്ത് നഷ്ടം വന്നാലും ഞാനൊരിക്കൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഈ കശ്മരന്മാരായ ലഹരി മരുന്നിന്റെയും അതുപോലെ മയക്കുമരുന്നിന്റെയും ഒക്കെ കടത്തുകാരെ എവിടെ നോട്ട് ചെയ്ത് കൊടുത്ത് നിയമപാലകരെ കൊണ്ട് വേണ്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിയമപാലകരോട് പറയാനുള്ളത്, നിങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതികളെന്ന് പറയേണ്ടി വരും, സർക്കാരിനോട് പറയേണ്ടി വരും. അങ്ങനെ കാരണം കർക്കശമായ നിലപാട് മുഖം നോക്കാതെ എടുക്കാൻ നമ്മുടെ രാജ്യത്ത് സർക്കാരും പോലീസും മാത്രം പോരാ, എല്ലാവരും ഒരുമിച്ചൊന്നായി തയ്യാറായെങ്കിൽ മാത്രമേ ഈ വലിയ വിപത്തിനെ മാറ്റി നിർത്തി നമ്മുടെ രാജ്യത്തിന്റെ മേൽവിലാസം ഇവിടെ വിളിച്ചു പറയാൻ പോലും ആളുണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ മതവിദ്യാഭ്യാസം എല്ലാ സ്ഥലത്തും കൊടുക്കുന്നത് മറ്റുള്ള മനുഷ്യരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ്. ഹൈന്ദവ സനാതന മൂല്യങ്ങളെ കുറിച്ച് ബോധമുള്ള ഹിന്ദു ഒരിക്കലും വർഗീയതയ്ക്ക് കരുനിൽക്കുകയില്ല. ക്രൈസ്തവ ദർശനങ്ങളെ കുറിച്ച് ബോധമുള്ള ക്രിസ്ത്യാനി വംശീയതയ്ക്ക് കൂട്ടുനിൽക്കുകയില്ല. ഇസ്ലാമിന്റെ അമൂല്യമായ തത്വങ്ങളെ കുറിച്ച് ബോധമുള്ള മുസ്ലിം വർഗീയവാദി എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി, വർഗീയതയ്ക്ക് വേണ്ടി ആളെ കോപ്പുകൂട്ടുന്ന തരത്തിൽ സംഘടിപ്പിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി. തങ്ങളെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വർഗീയതയ്ക്കും വംശീയതയ്ക്കും അരുനിൽക്കുകയില്ല.